70 വയസ്സുള്ള ബേബി എന്ന പേരുള്ള മുത്തശ്ശി ഒരു കോളേജ് ക്യാൻറ്റീൻ നടത്തുകയായിരുന്നു. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് തുണി പൊക്കി കാണിക്കുന്ന സ്വഭാവമാണ് ബേബിക്ക്. മകനായ ശേഖരനെ താഴത്തും തലയിലും വെക്കാതെയാണ് ബേബി വളർത്തിയത്. പക്ഷേ മരുമകളുമായി എന്നും അടിയാണ്. വീട്ടിലെ മുത്തശ്ശിയുടെ വാക്കാണ് അവസാന വാക്ക്. പക്ഷേ ഒരു ദിവസം മകനും മരുമകളും അമ്മ വല്ലാത്ത ശല്യമാണെന്നും വൃദ്ധസദനത്തിനാക്കണമെന്നും പറയുന്നത് ബേബി ഒളിഞ്ഞു കിട്ടും. ഹൃദയം തകർന്ന ബേബി വീട് വിട്ട് പുറത്തു പോകുന്നു. വഴിയിലൊരു ഫോട്ടോ സ്റ്റുഡിയോ കാണുന്നു. എന്നാൽ കയറി ഒരു ഫോട്ടോ എടുത്തേക്കാമെന്ന് വിചാരിച്ച് അതിനുള്ളിൽ കയറി ഫോട്ടോഗ്രാഫർ ഒരുങ്ങാൻ പറഞ്ഞപ്പോൾ ബേബി ഒരുങ്ങി ഫോട്ടോ എടുത്തു. പുറത്തിറങ്ങിയതും അവൾ 24 വയസ്സുള്ള ചെറുപ്പക്കാരിയായിരുന്നു. മഴയായതുകൊണ്ട് നേരെ ഒരു ഹോട്ടലിൽ കയറി. അവിടെ ഉണ്ടായിരുന്ന കണ്ണാപ്പിച്ചക്കന്മാർ അവളുടെ ഡ്രസ്സിങ്ങിനെ കളിയാക്കി. അന്നേരം ബേബി അവരുടെ ചെവിക്ക് പിടിച്ച് ചീത്ത പറഞ്ഞു. നേരെ കണ്ണാടിയിലേക്ക് നോക്കിയതും ചെറുപ്പക്കാരി ആയിരിക്കുന്നു. അത്ഭുതം തന്നെ. എന്തായാലും അവൾക്ക് ഇഷ്ടമായി. ബേബി പുതിയ ബേബിക്ക് സ്വാതി എന്ന് പേരിട്ടു. അപ്പോഴാണ് അവൾക്ക് അവളുടെ പഴയ പാടാനുള്ള ആഗ്രഹം ഉണർന്നത്. ഒരു സ്റ്റേജിൽ നിന്ന് സ്വാതിയുടെ പാട്ട് കേട്ട് കൊച്ചുമകൻ റോക്ക് അവളെ അവന്റെ മ്യൂസിക് ബാൻഡിൽ പാടാൻ ക്ഷണിച്ചു. കുടുംബം ആരും തന്നെ തിരിച്ചറിയാതെ അവരോടൊപ്പം സമയം ചെലവഴിക്കുന്ന സ്വാതി ജീവിതം ആദ്യമായി ആസ്വദിക്കുന്നു. അവളുടെ ശബ്ദം കാരണം റോക്കിയുടെ ബാൻഡ് പ്രശസ്തി നേടി. ഒരു മ്യൂസിക് പ്രൊഡ്യൂസറിന് പോലും അവളോട് ക്രഷ് അടിച്ചു. എല്ലാം സ്വപ്നം പോലെ മുന്നോട്ട് പോകുമ്പോൾ അവസാന മത്സര ദിനം റോക്കിക്ക് അപകടം സംഭവിച്ചു. ജീവൻ രക്ഷിക്കാൻ AB നെഗറ്റീവ് രക്തം വേണം. അത് കൊടുക്കാൻ കഴിയുന്നത് സ്വാതിക്ക് മാത്രമാണ്. പക്ഷെ അവൾക്കറിയാം, രക്തം കൊടുത്താൽ അവൾ വീണ്ടും 70 വയസ്സുള്ള ബേബിയെ മാറും. അവൾ അതെല്ലാം വിട്ടുകളഞ്ഞ് കൊച്ചുമകന്റെ ജീവൻ രക്ഷിക്കാനായി രക്തം കൊടുത്തു. അവൾ വീണ്ടും പഴയ ബേബിയായി. കുടുംബത്തോടൊപ്പം വെറുപ്പിക്കാതെ അവരോടൊപ്പം ജീവിച്ചു.